ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നത് ഡ്രാഗൺ ബോൾ സൂപ്പർ ഗ്രനോള ആർക്കിന്റെ പാർട്ട് 4 ആണ്. ഇതിനു മുന്നേ ഉള്ള വീഡിയോസ് ഒക്കെ കാണാത്തവരാണെങ്കിൽ ആ വീഡിയോസ് ഒക്കെ കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഒട്ടും തന്നെ സമയം കളയാതെ ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് ഗ്രനോള ഡ്രാഗൺ ബോൾ വിഷ് ചെയ്യുമ്പോൾ ഉള്ളതാണ്. തുടർന്ന് ഗ്രനോള പിന്നെയും യൂണിവേഴ്സിൽ സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള ഒരാളാക്കാൻ പറ്റുമോ എന്ന് ചോദിക്കും. അപ്പോൾ ആ ഒരു ഡ്രാഗൺ പറയും, നിനക്ക് ഒരിക്കലും നേടാൻ പറ്റാത്ത ആഗ്രഹമാണ്, എന്നാലും ഞാനത് ചെയ്തു തരാം, ബട്ട് ഒരു കണ്ടീഷൻ ഉണ്ട്. അത് ഓക്കെ ആണെങ്കിൽ ഈ ഒരു ആഗ്രഹം ഞാൻ സാധിച്ചു തരുമെന്നും അങ്ങനെ ഗ്രനോള അതിന് സമ്മതിക്കുകയും ചെയ്യുന്നു. അടുത്തത് ബിയറസിന്റെ പ്ലാനറ്റ് ആണ് കാണിക്കുന്നത്. ഇവിടെ വെജീറ്റ ഒരു കല്ലെടുത്ത് തന്റെ പവേഴ്സ് വെച്ച് അത് പൊട്ടിത്തെറിപ്പിക്കുന്നു. ഇതേ സമയം നമ്മുടെ ബിയറസ് ഏതോ ഒരു ബുക്കൊക്കെ വായിക്കുന്നുണ്ട്. അങ്ങനെ ബിയറസ് വെജീറ്റയോട് പറയുന്നു, നീ ഇപ്പോൾ ഈ ഒരു കല്ല് പൊട്ടിത്തെറിപ്പിച്ചത് നിന്റെ കീ എനർജി വെച്ചാണ്, എന്നാൽ നമ്മളെ പോലെയുള്ള ഗോഡ്സ് ഇതുപോലെ കീ എനർജി യൂസ് ചെയ്യാതെ മുഴുവനായും ഇറേസ് ആക്കും. അതേ സെയിം ടൈം ഏതെങ്കിലും ഒരു പാർട്ടിക്കലിനെ ഡിസ്ട്രോയ് ചെയ്യുമ്പോൾ ഒരു എനർജിയോടെയാണ് അത് പൊട്ടിത്തെറിക്കുന്നതെന്നും, അതായത് കീ എനർജി യൂസ് ചെയ്യാതെ. അങ്ങനെ ബിയറസ് തന്റെ കയ്യിലുള്ള ആ ഒരു കല്ലും വലിയ രീതിയിൽ പൊട്ടിത്തെറിപ്പിക്കുന്നു. ഗോക്കു ഇത് കണ്ട് ബിയറസ് നല്ല രീതിയിൽ ട്രെയിനിങ് ചെയ്ത് കൊടുക്കുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഷോക്ക് ആകുന്നു. അങ്ങനെ ഇവർ പറയുന്നതിനിടയിൽ ബിയറസ് നേരത്തെ വായിച്ചുകൊണ്ടിരിക്കുന്ന ബുക്കൊക്കെ മോശമായി പോകുന്നു. ഇതേ സമയം നമ്മുടെ ഗോക്കു ബിയറസ് വെജീറ്റയ്ക്ക് അടിപൊളിയായി ട്രെയിനിങ് ഒക്കെ ചെയ്തു കൊടുക്കുന്നുണ്ടോ എന്നൊക്കെ പറയുന്നു. അപ്പോൾ വിസ് ചോദിക്കും, അതിൽ നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഗോക്കു പറയും, ഇല്ല, എന്റെ അൾട്രാ ഇൻസ്റ്റിക്റ്റ് പെർഫെക്റ്റ് ചെയ്താൽ മതി. ആരാണ് സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ളത് എന്ന് കണ്ടറിയാമെന്ന് പറഞ്ഞ് ഗോക്കു ട്രെയിൻ ചെയ്യുന്നു. അങ്ങനെ ഈ സമയം നമ്മുടെ വിസ് പറയുന്നു, ഒരിക്കലും ഒരാൾക്ക് നിരന്തരമായി സ്ട്രോങ്ങർ ആയി ഇരിക്കാൻ കഴിയില്ല. അപ്പോൾ ഗോക്കു ചോദിക്കും, അപ്പോൾ വേറെ ആരെങ്കിലും ഇപ്പോൾ സ്ട്രോങ്ങർ ആയി യൂണിവേഴ്സിലുണ്ടോ? വിസ് പറയും, അങ്ങനെ പറയുന്നില്ല, എന്നാലും അതിനുള്ള ചാൻസ് ഉണ്ട്, അല്ലേ ഓറക്കിൾ ഫിഷ് എന്ന് അവനോട് ചോദിക്കും. അങ്ങനെ ഓറക്കിൾ ഫിഷ് പറയും, ഈ യൂണിവേഴ്സിൽ ശക്തനായിട്ടുള്ള ഒരാൾ വരാൻ പോകുന്നു. ഈ സമയം വെജീറ്റ അത് ഞാനല്ലേ എന്ന് പറഞ്ഞ് വെജീറ്റ ചെറിയൊരു പൊടിക്കല്ലെടുത്ത് ബിയറസ് നേരത്തെ പറഞ്ഞതുപോലെ ഒരു കീ എനർജി യൂസ് ചെയ്യാതെ അത് ബ്ലാസ്റ്റ് ചെയ്യും. ഗോക്കു ഇത് കണ്ട് വെജീറ്റയെ പുകഴ്ത്തുന്നു. ഡേയ് വെജീറ്റ, നീ ഈ ടെക്നിക്ക് അവസാനം അച്ചീവ് ചെയ്തല്ലേ? വെജീറ്റ പറയും, ഇനി കാണാൻ പോകുന്നതേയുള്ളൂ, ഇത് വെറും ചെറുത് എന്നൊക്കെ പറയുന്നു. ഇതേ സമയം പ്ലാനറ്റ് സീരിയൽ കാണിക്കുന്നു. ഡ്രാഗൺ ബോൾ വിഷ് ചോദിച്ച് രണ്ടു ഭാഗത്തായി ബോൾസ് പോകുന്നു. ഇതേ സമയം നമ്മുടെ ആശാനെയും കാണിക്കുന്നുണ്ട്. പണ്ടത്തെക്കാൾ ഗ്രനോളയ്ക്ക് ലുക്ക് തന്നെ മാറിയിട്ടുണ്ട്. ഒരുപാട് മുടിയൊക്കെ വളർന്നതായിട്ട് നമുക്ക് കാണാം. അങ്ങനെ വിഷ് ചോദിച്ച് തന്റെ പവേഴ്സ് ഒക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നു. അങ്ങനെ പവേഴ്സ് ടെസ്റ്റ് ചെയ്യുന്ന ആ ഒരു ശബ്ദം കേട്ട് ആ വീട്ടിലുണ്ടായ നാമയ്ക്കൻ എഴുന്നേൽക്കുന്നു. അപ്പോഴാണ് നാമയ്ക്കൻ വീട്ടിനുള്ളിലുണ്ടായിരുന്ന ആ ഡ്രാഗൺ ബോൾ കാണാത്തത്. അപ്പോൾ തന്നെ നാമയ്ക്കൻ ഏകദേശം പിടികിട്ടി കാണും. പുറത്തിറങ്ങി നോക്കുമ്പോഴേക്കും പറന്നു പോകുന്ന ഗ്രനോളയാണ് കാണിക്കുന്നത്. നാമയ്ക്കൻ ചോദിക്കും, നീ ആ ഡ്രാഗൺ ബോൾ യൂസ് ചെയ്തു? ഗ്രനോള പറയും, അതെ, ഫ്രീസിയെ കൊല്ലാൻ വേണ്ടി ഈ യൂണിവേഴ്സിലെ ശക്തനായ ഒരു വീരരാക്കാൻ ഞാൻ വിഷ് ചെയ്തു. നാമയ്ക്കൻ പറയും, ഇത്രയും ശക്തനായിട്ടുള്ള ഒരു ആഗ്രഹം ചോദിച്ചത് കൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു കണ്ടീഷൻ ഉണ്ടാകുമല്ലോ, അതിന് നീ സമ്മതിച്ചിരുന്നു എന്നും നമ്മുടെ ഗ്രനോള പറയും. ഇതു കാരണം ഒരുപാട് പ്രശ്നങ്ങൾ വരാൻ പോകുന്നതേയുള്ളൂ ഒക്കെ നമ്മുടെ നാമയ്ക്കൻ പറയുന്നുണ്ട്. അപ്പോൾ ഗ്രനോള പറയും, ഇപ്പോൾ ശക്തനായിട്ടുള്ള ഒരാള് ഞാനാണ്, ഒരുത്തരും എന്നെ തൊടാൻ കഴിയില്ല എന്നും പറയുന്നു. എനിക്ക് എലക്കിന്റെ അടുത്തേക്ക് പോകണമെന്ന് പറഞ്ഞ് ഗ്രനോള അവിടേക്ക് പോകുന്നു. ഈ സമയം ഈ ഗ്രനോള സ്ട്രോങ്ങർ ആയിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ വിസ് മനസ്സിലാക്കുന്നു. കാരണം വിസ് ഏഞ്ചലാണ്, മറ്റുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ നമ്മുടെ ഏഞ്ചലിന് സാധിക്കും. സിറ്റുവേഷൻ കുറച്ച് മോശമായിട്ടാണ് പോകുന്നതെന്ന് നമ്മുടെ വിസ് മനസ്സിലാക്കിയെടുക്കുന്നു. ഇതേ സമയം നമ്മുടെ ഗ്രനോള ഹീറ്റേഴ്സിന്റെ അടുത്ത് പോയി എലക്കിനോട് ഇപ്പോൾ ഫ്രീസ എവിടെയാണ് ഉള്ളതെന്ന് ചോദിക്കും. ഞാൻ നിന്നോട് ആദ്യമേ പറഞ്ഞതല്ലേ, നിനക്ക് ആ ഫ്രീസയെ ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ല, ഫ്രീസയെ വെച്ച് നോക്കുമ്പോൾ നീ വളരെ വീക്കായിട്ടുള്ള ഒരാളാണെന്ന് പറയുന്നു. ഗ്രനോള പറയും, ഞാൻ ഇപ്പോൾ പഴയ ആളല്ല, ശരിക്കും സ്ട്രോങ്ങർ ആയി. ഇത് കേൾക്കുമ്പോൾ തന്നെ ഗ്രനോളയെ എല്ലാവരും കളിയാക്കുന്നു. അങ്ങനെ ഇവനെ പറഞ്ഞു വിടാൻ വേണ്ടി ഹീറ്റേഴ്സിലെ ഒരു സൈസുള്ള ഒരുത്തൻ പോയി ഗ്രനോളയുടെ അടുത്തെത്തുന്നു. ഗ്രനോള ജസ്റ്റ് ഒന്ന് തൊട്ടതേയുള്ളൂ, അവൻ തെറിച്ചടിച്ച് വീഴുന്നു. അങ്ങനെ ഇവർക്കിടയിൽ ഒരു ഫൈറ്റ് ഉണ്ടാവുന്നു. ഗ്രനോള ഈസിയായി അടിച്ചിടുന്നു. അതുപോലെ തന്നെ ആ പെണ്ണും ഫൈറ്റിൽ ഇറങ്ങും. ആ പെണ്ണിനെയും ഈസി ആയിട്ട് അടിച്ചിടും. ഗ്രനോള പറയും, ഞാൻ നിങ്ങളുടെ കൂടെ ഫൈറ്റ് ചെയ്യാനല്ല വന്നത്, ഫ്രീസി എവിടെയാണ് ഉള്ളതെന്ന് പറ. ഇതൊക്കെ കണ്ട് എലക്ക് പറയും, പറഞ്ഞതുപോലെ ഇവൻ സ്ട്രോങ്ങർ ആയിട്ടാണല്ലോ ഉള്ളത്. എലക്ക് പറയും, എന്നാൽ എനിക്ക് ഈ ഒരു കാര്യം അറിയണം, നീ എങ്ങനെയാണ് സ്ട്രോങ്ങർ ആയത്, എന്നാൽ ഞാൻ ഫ്രീസി എവിടെയാണ് ഉള്ളതെന്ന് പറയാമെന്നും പറയുന്നു. അങ്ങനെ ഗ്രനോള എല്ലാം പറയാമെന്ന് പറഞ്ഞ് ഞാൻ ഡ്രാഗൺ ബോൾ വിഷ് ചെയ്താണ് സ്ട്രോങ്ങർ ആയത്. ഇത് കേട്ടയുടൻ തന്നെ എല്ലാവരും ഷോക്കാകുന്നു. എലക്ക് പറയും, ഞാനിത് ഓൾറെഡി വിചാരിച്ചത്. അപ്പോൾ സീരിയൽ പ്ലാനറ്റിൽ ഡ്രാഗൺ ബോൾസ് ഉണ്ടല്ലേ? ഗ്രനോള പറയും, അതെ, ഈ വിഷ് ചോദിച്ചത് തന്നെ ഫ്രീസയെ ഡിഫീറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ എലക്കിന് എല്ലാ കാര്യവും മനസ്സിലാകുന്നു. ഞാൻ കാര്യത്തിലേക്ക് വരാം, ഫ്രീസ എവിടെയാണുള്ളതെന്ന് എനിക്ക് അറിയില്ല, പക്ഷെ വൈകാതെ തന്നെ അവൻ എവിടെയാണെന്ന് കണ്ടുപിടിക്കാമെന്ന് എലക്ക് പറയുന്നു. ഗ്രനോള പറയും, വേഗം തന്നെ വേണം, ഞാൻ കുറച്ചുനാൾ മാത്രമേ ജീവിച്ചിരിക്കുകയുള്ളൂ. അപ്പോഴാണ് നേരത്തെ ഉണ്ടായ കാര്യങ്ങളെ കുറിച്ചൊക്കെ കാണിക്കുന്നത്. ഡ്രാഗൺ ബോൾ വിഷ് ചെയ്ത സമയത്ത് ഒരു കണ്ടീഷനെ പറ്റി പറഞ്ഞില്ലേ, അത് ശരിക്കും ഈ ഒരു ഡ്രാഗൺ പറഞ്ഞത് നിന്നെ സ്ട്രോങ്ങർ ആക്കാം, ബട്ട് നിന്റെ പകുതി ആയുസ് എനിക്ക് വേണം.
അത് ഓക്കെ പറഞ്ഞാണ് ഗ്രനോള ഇങ്ങനെ സ്ട്രോങ്ങർ ആയത്. അതായത് ഇപ്പോൾ ഗ്രനോളയ്ക്ക് പകുതി വയസ്സായി, ഇനി 3 വർഷം കൂടി മാത്രമേ ജീവിച്ചിരിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ആ വിഷ് ചോദിച്ചതിന് ശേഷം ഗ്രനോളയുടെ മുടിയൊക്കെ ഒരുപാട് വളർന്നതായിട്ട് നമ്മൾ കണ്ടത്. അങ്ങനെ ഇതൊക്കെ പറഞ്ഞ് ഗ്രനോള അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ഹീറ്റേഴ്സ് ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഗ്രനോളയുമായി ആദ്യം ഫൈറ്റ് ചെയ്ത ഒരുത്തനില്ലേ, അവൻ എലക്കിനോട് ചോദിക്കും, നിനക്ക് ഫ്രീസ എവിടെയാണ് ഉള്ളതെന്ന് അവനോട് പറഞ്ഞുകൂടെ? എലക്ക് പറയും, എന്തിന്? അവൻ അഥവാ ഫ്രീസയെ കൊന്നു കഴിഞ്ഞാൽ പിന്നെ അവനാണ് എല്ലാം, അത് നമുക്ക് സെറ്റാക്കില്ല എന്നും പറയുന്നു. ഇപ്പോൾ ഫ്രീസയുടെ ഗ്യാങ്ങുമായി നല്ലൊരു ബിസിനസ് ഡീലിലാണ് ഉള്ളത്. അതുകൊണ്ട് എല്ലാം ഒരു ഫ്ലോയിൽ അങ്ങ് നടക്കട്ടെ. ഫ്രീസയെ ഗ്രനോള കൊന്നു കഴിഞ്ഞാൽ പിന്നെ ഗ്രനോളയുടെ കീഴിൽ നമ്മൾ ജീവിക്കേണ്ടി വരും. അതേ സെയിം ടൈം ഫ്രീസയെ ഡിഫീറ്റ് ചെയ്യേണ്ടത് ഗ്രനോളയല്ല, അത് നമ്മളായിരിക്കണം എന്നും പറയുന്നു. അതുകൊണ്ട് ഫ്രീസയുടെ കാര്യം ഇപ്പം വിട് എന്ന് പറയുന്നു. ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഗ്രനോളയാണ്. ഗ്രനോളയെ എങ്ങനെയെങ്കിലും കൊല്ലണം, പക്ഷേ അത് നമ്മളല്ല, മറ്റാരെങ്കിലും വെച്ച് കൊല്ലണം. അത് സെയ്യൻസ് ആണെന്നും നമ്മുടെ എലക്ക് പറയുന്നു. അപ്പോൾ അടുത്തുള്ളവർ പറയും, ഏത്? ആ മോറോയെ കൊന്നവരോ? അതെ, 7-3യെ ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ കണ്ടതല്ലേ. അവരെ കൊണ്ട് എങ്ങനെയെങ്കിലും നമ്മുടെ ഗ്രനോളയുമായി ഫൈറ്റ് ചെയ്യിക്കണം. പിന്നെ ഗ്രനോളയൊക്കെ പറയേണ്ട ആവശ്യമില്ലല്ലോ, സീരിയൽ പ്ലാനറ്റ് ഡിസ്ട്രോയ് ചെയ്തത് തന്നെ സെയ്യൻസ് ആണ്. അങ്ങനെ ഒരുപക്ഷെ സെയ്യൻസ് ഗ്രനോളയുടെ കഥ തീർക്കാൻ തന്നെ ചാൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഇന്നത്തെ പാർട്ട് അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാൻ മറന്നു പോകരുത്. ഗോക്കുവും വെജീറ്റയുമായി ഇനി ഗ്രനോള ഫൈറ്റ് ചെയ്യുമോ? വെജീറ്റയുടെ പുതിയ ടെക്നിക്സ് ഒക്കെ എന്താണെന്നും ഇനിയെങ്ങാനും ഫ്രീസ വരുമോ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ തുടർന്നുള്ള ചാപ്റ്റേഴ്സിൽ നമുക്ക് നോക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം.